ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി വേണ്ടിയിട്ട് പുട്ടിന് പൊടി കുഴക്കുകയാണ് കേട്ടോ. സാധാ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ പുട്ടിന് നനക്കണേ. അതിലേക്ക് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് നനച്ചെടുക്കുകയാണ്. ചോറ് അരച്ചതൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അതിൽ പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പുട്ടിലേക്കുള്ള തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിക്കാണ് കേട്ടോ. ചിരവാനുള്ള മടി കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ പുട്ടുക നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട്. ഞാൻ നമ്മുടെ കരണ്ടടുപ്പുണ്ടല്ലോ, ഈസി കുക്ക്, അതിൽ മണിട്ടുണ്ടാക്കണത്. അപ്പോൾ അതുമ്മ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോഴത്തേന് കുറ്റിയിൽ പൊടി നിറച്ച് കൊടുക്കണുണ്ട്. ഇത് നമുക്ക് നോമ്പിന് കിട്ടിയ അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിയതും അത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ളതും കൂടി പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബക്കറ്റിൽ ഇട്ട് കൊടുക്കാണ്. നമുക്ക് കുറേ പൊടി ഇങ്ങനെ നോമ്പിന് കിട്ടിയിരുന്നു കേട്ടോ കിറ്റിൽ. അങ്ങനെ അതൊക്കെ ബക്കറ്റിലാക്കിയിട്ട് അവിടെ അടച്ചു വെച്ചു. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തൊടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ട് വെന്തിട്ടുണ്ട്, അത് മാറ്റി. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കലാണ്. ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു സവാളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണയാണ് വഴറ്റുന്നത്. ഉള്ളി വാടി വരുമ്പോഴത്തേന് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചായക്ക് എൻ്റെ കടി എന്താണെന്നറിയോ? ഈ മുട്ടായിയാണ് കേട്ടോ, നമ്മളുടെ പശുമുട്ടായി ഇല്ലേ, അതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാട്ടോ ഒരു പാക്കറ്റ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ മേടിച്ചതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പാൽപ്പേരൻ്റെ ഒക്കെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത് ചായയിൽ ഒപ്പിയിട്ടൊക്കെ ആട്ടോ ഞാൻ കഴിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിലൊക്കെ വാടി തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാടി വന്നപ്പോൾ പൊടികളും ചേർത്ത് വെള്ളം ഒഴിച്ചു ചിക്കനും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. പക്ഷേ ഉള്ളിയൊക്കെ വാടി കിട്ടുമ്പോൾ അതിനാണ് നമ്മൾ വഴറ്റണത് കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയൊക്കെ അങ്ങനെ ഇട്ടിട്ടും കറി ഉണ്ടാക്കും. പക്ഷേ അതിൽ പച്ചുള്ളി പോലെ തോന്നാറുണ്ട് കേട്ടോ. വാടിയാൽ വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടും കറിയും കൂടി കഴിക്കുകയാണ് കേട്ടോ. മക്കൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് അവർക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേന്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ പുട്ടും കറിയും ചിക്കൻ കറിയാണ് കേട്ടോ, പുട്ടും ചിക്കനും. പിന്നെ ഉച്ചക്കലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ ഒന്ന്. അപ്പം അതിനുള്ള പരിപാടിയാണ്. ചിക്കന് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്, അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയ കറി ഉച്ചക്ക് നെയ്ച്ചോർക്ക് ഉണ്ടാവും. അപ്പോൾ കറി വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുക്കള ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി ഇനി മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വെക്കണം. ഇതൊക്കെ ഞാൻ അധികവും തലേ ദിവസം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഉള്ളി തെളിക്കലും മല്ലിച്ചപ്പൊക്കെ റെഡിയാക്കലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെ മറന്നുപോയി. അപ്പോൾ രാവിലെ ഇരട്ടി പണിയായിട്ടോ. ഈ പണികളൊക്കെ എടുക്കാൻ നിൽക്കുമ്പോഴത്തേന് കുക്കിങ്ങിനുള്ള ടൈം വഴുകും. അപ്പോൾ ഇമ്മ തീ എത്തിക്കണുണ്ട്. ഇമ്മക്ക് വയ്ക്കണ പണി ഇതൊക്കെയാണ്. അപ്പം ഉമ്മ വയ്ക്കണ പണിയൊക്കെ എടുക്കാൻ കേട്ടോ. തീ കത്തിപ്പിടിക്കാൻ നല്ല പണിയാണ്. അപ്പം ഉമ്മ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ കത്തിച്ചു കൊടുക്കും. ആ സമയം കൊണ്ട് ഞാൻ അരി കഴുകിയിട്ട് വെള്ളത്തിൽ വെക്കാം കേട്ടോ. വെള്ളത്തിൽ ഇടുന്നില്ല, അരി കഴുകിയിട്ട് അവിടെ വെക്കുക. ഞാൻ 1.5 പാത്രം അരി എടുത്തിട്ടുണ്ട്, 3 നാഴി ഉണ്ടാവും. ഇത് നമ്മളെ വീട്ടിലുണ്ടായ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതുകൊണ്ട് ഒരു ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ചമ്മന്തി അരച്ചാൽ പുളിക്ക് ഇത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ഒരു ഷേപ്പാണല്ലോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മളെ വീട്ടിൽ പുളിയുള്ള കുറേ ഐറ്റംസുകൾ ഉണ്ടായിട്ടുണ്ട്. മധുരമുള്ളതൊന്നും കായ്ച്ചിട്ടില്ല കേട്ടോ. കായ്ച്ചത് ഫുള്ള് പുളിയുള്ളതാണ്. എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക്
ഗ്രാമ്പു പത്ത അങ്ങനത്തെ ഒന്നും ഇടാനില്ല കേട്ടോ, അതുകൊണ്ട് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തു. പച്ചമുളക് ഇട്ടേന്നു കേട്ടോ. ഈ ഇഞ്ചി എൻ്റെത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കാണ്. ഇത് ചുമൻ്റെ മരുന്ന് ഉണ്ടാക്കാൻ ഇമ്മ ചെയ്യുന്നതാണ് കേട്ടോ അത്. അപ്പോഴേക്ക് നമുക്ക് ഒരു ടാങ്ക് വന്നിട്ടുണ്ട്. അത് നമ്മളെ തറവാട്ടിൽ നിന്ന് വണ്ടിയാണ് കേട്ടോ. അവിടെ 2 ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇത് വെറുതെ കാലി അവിടെ ഇരിക്കാൻ ആവശ്യമില്ലാതെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊടുന്നു. ഇനി നമുക്ക് ലൈൻ പൈപ്പിൽ വെള്ളം വരുമ്പോൾ അത് പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പത്തിന് നമ്മളുടെ നെയ്ച്ചോറ് വന്നിരുന്നു. അപ്പോൾ അത് ഊറ്റാൻ വേണ്ടി നിന്നു. പിന്നെ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ചിക്കൻ നേരത്തെ മസാല കൂട്ടി വെച്ചതുകൊണ്ട് നന്നായിട്ട് മസാല പൊടിച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ തൈരിൽ ഉള്ളിലൊക്കെ വെക്കിയിട്ടിട്ട് പച്ചമുളകും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ റെഡിയാക്കി വെച്ചു. ഇന്നിപ്പോൾ നമുക്ക് വിരുന്നേരമുണ്ട് കേട്ടോ. ഉച്ചക്ക് വിരുന്നേരമുള്ള വീട്ടുകാർ തന്നെയാണ്. ഇപ്പം ഇളയച്ചനുമാണ് കേട്ടോ. പോല് പല്ല് വിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോഴേക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ പൊരിച്ച തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അത് വേറൊരു ചട്ടിക്ക് മാറ്റിയിട്ടുണ്ട്. ആ ചട്ടി ചിക്കൻ പൊരിച്ച ചട്ടി കുറച്ച് പരന്നതാവുകൊണ്ട് പപ്പടം അതിൽ പൊരിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കുഴിയുള്ള ചട്ടി എടുത്തിട്ട് അതിലാണ് പപ്പടം പൊരിച്ചെടുക്കണം. ഈ പപ്പടം നമ്മളുടെ അടുത്ത് ഒരു പപ്പട ചേച്ചി ഉണ്ട്, അവിടുന്ന് വാങ്ങണത് കേട്ടോ. നല്ല പപ്പടം കേട്ടോ, കാരം കുറവുള്ള പപ്പടമാണ്. നമ്മളെപ്പോഴും അത് തന്നെ കേട്ടോ വാങ്ങാറ്. പിന്നെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ, നല്ലൊരു കാലാവസ്ഥ. അപ്പം ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാ ഉച്ചക്ക് ഓലൊക്കെ പല്ല് വിരിഞ്ഞ് വന്നു. അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചു. പിന്നെ ഇളയച്ചനാണ് കേട്ടോ എൻ്റെ ട്രൈപ്പോഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇന്നെ യൂട്യൂബിലിടല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുഖം കാണിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഓല് തിരിച്ചു പോയി. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.